السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പഠിതാക്കളെ, കാപ്പാട് ജാമിയ ഐനുൽ ഹുദ വിദ്യാർത്ഥി സംഘടന അൽ ഇഹ്സാൻ സംഘടിപ്പിക്കുന്ന ഉസ്വത്തുൻ ഹസന എന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലാണ് നമ്മളൊക്കെയും നിലകൊള്ളുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501 ജന്മദിനത്തിൻ്റെ ഭാഗമായി ലോകമൊട്ടാകെ വിശ്വപ്രപഞ്ചമാസകലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ, പാടുമ്പോൾ, തിരുനബിയെ പഠിക്കുമ്പോൾ, ആ ജീവിതം അടുത്തറിയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ഒരു അവസരമൊരുക്കുകയാണ് അൽ ഇഹ്സാൻ ഉസ്വത്തുൻ ഹസന എന്ന ഈ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. ഉസ്വത്തുൻ ഹസന എന്ന ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 3-ാമത്തെ വർഷത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ധാരാളം പഠിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, കുടുംബിനികൾ ഏറെ ആവേശത്തോടെയും ഏറെ താല്പര്യത്തോടെയുമാണ് നമ്മുടെ ഈ കോഴ്സിനെ കണ്ടിട്ടുള്ളത്. അള്ളാഹു എല്ലാം നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സന്ദേശങ്ങളാണ്, തിരുനബിയുടെ അധ്യാപനങ്ങളാണ് ഈ വർഷം ഉസ്വത്തുൻ ഹസനയിൽ നാം ചർച്ചക്കെടുക്കുന്നത്. ഹൃദയം തുറന്ന് കേൾക്കാനും ജീവിതത്തിൽ പകർത്തുവാനും മനസ്സറിഞ്ഞ് തിരുനബിയെ സ്നേഹിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ഈ പഠന പരമ്പര അള്ളാഹു ഒരു കാരണമാക്കി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രപഞ്ചത്തിൻ്റെ രഹസ്യമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലാക ലൗലാക മാ ഖലഖ്തുൽ അഫ്ലാഖ്. നബിയെ, അങ്ങില്ലായിരുന്നെങ്കിൽ നാം ഈ ലോകം തന്നെ പടക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ലോകം തന്നെ പടക്കാൻ കാരണം, അല്ലാഹു ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാക്കാൻ കാരണം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്നേഹനിധിയായ സൃഷ്ടാവ് റബ്ബ് തആല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, പ്രകൃതിയിലെ വിഭവങ്ങൾ, സൗകര്യങ്ങൾ, ഇതൊക്കെ റബ്ബിൻ്റെ സ്നേഹമാണ്, അനുഗ്രഹമാണ്, വരദാനമാണ്. എന്നാൽ ഇതിനെയൊന്നും കുറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ എൻ്റെ ഔദാര്യം എന്ന് പറഞ്ഞിട്ടില്ല. റബ്ബ് അവൻ്റെ ഔദാര്യം നടിച്ചിട്ടില്ല. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം ويعلمهم الكتاب والحكمة
وإن كانوا من قبل لفي ضلال مبين لقد من الله على المؤمنين തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് അനുഗ്രഹമായി അവന്റെ ഔദാര്യമായി അല്ലാഹു തആല നൽകിയിരിക്കുന്നു. എപ്പോ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, സത്യവിശ്വാസികളിൽ അവരിൽ നിന്നു തന്നെയുള്ള ഒരു റസൂലിനെ, ഒരു ദൂതനെ, ഒരു പ്രവാചകനെ നാം നിയോഗിച്ചതിലൂടെ നാം അവർക്ക് വലിയ ഔദാര്യമാണ്, വലിയ നന്ദിയാണ്, വലിയ കൃപയാണ് ചെയ്തിരിക്കുന്നത് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. മന്ന് നടിക്കുക, ഔദാര്യം നടിക്കുക, ഔദാര്യം പറയുക, ഇതാണ് അല്ലാഹു തആല ഇവിടെ ചെയ്തിരിക്കുന്നത്. അതാരെക്കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്? ഏതൊരു അനുഗ്രഹത്തെ പറ്റിയാണ് അങ്ങനെ പറഞ്ഞത്? അത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു അനുഗ്രഹങ്ങളെക്കുറിച്ചും വേറെ ഒരു നിഅമത്തിനെ കുറിച്ചും അല്ലാഹു തആല അങ്ങനെ ഔദാര്യം നടിച്ചിട്ടില്ല. അത്രമേൽ മഹത്വമുണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിയാൻ, തിരുനബിയുടെ ആ ജീവിതം പകർത്താൻ ഓരോ വിശ്വാസിയും ഏത് സമയത്തും ശ്രമിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം? എന്താണ് അവിടുത്തെ സന്ദേശം? എന്താണ് അവിടുത്തെ അധ്യാപനം? സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി സ്വഹാബത്ത് ചോദിച്ചല്ലോ, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തായിരുന്നു അവിടുത്തെ ജീവിതം? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പറ്റി സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുൽഖുൽ ഖുർആൻ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, അവിടുത്തെ സ്വഭാവം അത് ഖുർആൻ തന്നെയായിരുന്നു. ഖുർആനായിരുന്നു തിരുനബിയുടെ സന്ദേശമെന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു വെക്കുകയാണ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ഖുർആനായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത്. താൻ എന്താണോ തൻ്റെ അനുയായികളോട് കൽപ്പിക്കുന്നത്, എന്താണോ താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് തൻ്റെ ജീവിതത്തിൽ പകർത്തി ചെയ്ത് കാണിക്കുകയായിരുന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന എല്ലാ ആളുകൾക്കും, എല്ലാ സമൂഹങ്ങൾക്കും, എല്ലാ സമുദായങ്ങൾക്കും വലിയ പാഠങ്ങളാണ് ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ളത്. നബി തങ്ങളുടെ മാസമായ റബീ എന്ന പദത്തിൻ്റെ അർത്ഥം വസന്തം എന്നാണ്. പ്രകൃതിയിലുണ്ടാകുന്ന ഒരു കാലമാണ്, ഒരു സീസണാണ് വസന്തകാലം എന്നുള്ളത്. വറ്റി വരണ്ട ഭൂമിയിൽ, കടുത്ത വേനലിൽ വെള്ളം ലഭിക്കാതെ ജലാംശങ്ങൾ നഷ്ടപ്പെട്ട് വറ്റി വരണ്ടുണങ്ങിയ ഭൂമി, ആ ജീവൻ നഷ്ടപ്പെട്ട ഭൂമിയിലേക്ക് കാരുണ്യത്തിൻ്റെ പുതുമഴ പെയ്തിറങ്ങുമ്പോൾ പ്രകൃതിയാകെ പച്ച പുതക്കുകയും പുഷ്പിക്കുകയും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഉദ്യാനമായി തീരുകയും ചെയ്യും. അതാണ് വസന്തകാലം. പ്രകൃതിയിലെ, ഭൂമിയിലെ ഏറ്റവും നല്ല മനോഹരമായ വർണ്ണാഭമായ കാലമാണ് വസന്തകാലം. എന്നാൽ റബീഉൽ അവ്വൽ, ഒന്നാമത്തെ വസന്തം, പ്രഥമ വസന്തം, അതാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വറ്റിപ്പോയ, കറ പിടിച്ചു കിടക്കുന്ന, പാപക്കറകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, തെറ്റുകൾ ചെയ്ത് ചെയ്ത് കറുകറുത്തു പോയ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരു വലിയ പുതുമയ പോലെ, ഒരു സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ തല്ലോടലായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം വരികയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ, തങ്ങളെ നാം ഹൃദയത്തിലെത്തിയാൽ, തങ്ങളുടെ മാസത്തെ നാം നെഞ്ചോട് ചേർത്തിയാൽ, ഈ വറ്റി വരണ്ടുണങ്ങിയ, ഒന്നുമല്ലാതെ തരിശുഭൂമി പോലെ കിടക്കുന്ന നമ്മുടെ ഹൃദയം പുഷ്പിക്കും. അത് പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ വർണ്ണാഭമായ ഉദ്യാനമായി തീരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അങ്ങനെയാണ് ജാഹിലിയ കാലം, അയ്യാമുൽ ജാഹിലിയ, ലോകത്ത് അന്ധകാരവും അനീതിയും അവിശ്വാസങ്ങളും അനാചാരങ്ങളും അധാർമികതയും
അതിൻ്റെ മൂർധന്യ ദിശയിൽ നിന്ന് കത്തി നിന്ന കാലം, അതെ, ദ ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച കാലം. 6-ാം നൂറ്റാണ്ടിലേക്കാണ് വസന്തമായി, റബീആയി ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. തനിക്ക് പിറന്നു വീണ കുഞ്ഞ് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ആ പെൺകുഞ്ഞിനെ, ആ പിഞ്ചു പൈതലിനെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലം. ആ കാലത്താണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. തൻ്റെ പ്രിയതമയ, തൻ്റെ പ്രിയപ്പെട്ട സ്നേഹമായ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയെ വളർത്തി കാണിച്ചു കൊടുക്കുന്നത്. ഇന്ന് മക്കയിൽ പോയാൽ ഹറമിൻ്റെ ഒരു ഭാഗത്ത് കെട്ടിടങ്ങളും ബിൽഡിങ്ങും ഒന്നുമില്ലാത്ത നിരപ്പായ ഒരു സ്ഥലം നമുക്ക് കാണാം. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് വാദി വഅദുൽ ബനാത്ത്. എന്താണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത? ജാഹിലിയ കാലത്ത് ജീവനോടെ പിഞ്ചു പൈതങ്ങളെ, പെൺമക്കളെ, പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടിയ സ്ഥലമാണത്. അതിന്നും അവിടെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവിടെ കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ സാധിക്കാതെ ഒരു ശാപം നിറഞ്ഞ ഭൂമിയായി അതിന്നും മാറിയിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ നശിച്ച് ഏറെ മൂല്യശോഷണം സംഭവിച്ച ഒരു കാലത്തേക്കാണ്, ഒരു സമയത്തേക്കാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ വസന്തമായി, സ്നേഹമായി കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നതോടുകൂടെ എല്ലാവിധ അന്ധകാരവും അവിശ്വാസങ്ങളും ലോകത്തു നിന്ന് കടപുഴകുകയും അവിടെയെല്ലാം ഹിദായത്തിൻ്റെ, സന്മാർഗത്തിൻ്റെ വെളിച്ചം വീശുകയും ചെയ്തു. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ റബീഉ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. നമ്മൾ മങ്കൂസ് മൗലിദിൽ ഓതുന്നത് ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുർജി. ബൈത്ത് എന്നതിന് ഹൃദയം എന്നർത്ഥം വെക്കണം. നബിയെ, അങ്ങ് പാർക്കുന്ന ഹൃദയം, അങ്ങ് കുടികൊള്ളുന്ന ഖൽബ്, ലൈസ മുഹ്താജൻ ഇല സുർജി, അത് മറ്റൊരു വിളക്കിൻ്റെ ആവശ്യം, മറ്റൊരു വെളിച്ചത്തിൻ്റെ ആവശ്യം, മറ്റൊരാൾ ആവശ്യം ആ ഹൃദയത്തിനില്ല എന്നാണ് നമ്മൾ ചൊല്ലുന്നത്. അള്ളാഹു മനസ്സറിഞ്ഞ് അത് ചൊല്ലാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ പഠിതാക്കൾ അതൊന്ന് കണ്ണടച്ച് ഹൃദയത്തിൻ്റെ കണ്ണ് തുറഞ്ഞ് ഈ അർത്ഥമൊന്ന് ആലോചിച്ച് ഒന്ന് മനസ്സറിഞ്ഞ് ചൊല്ലി നോക്കൂ. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുർജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുർജി. അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സന്ദേശങ്ങളെയാണ് ഈ പ്രാവശ്യം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സമ്പൂർണ്ണ സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്, ലോകത്തെ എല്ലാ നല്ല മൂല്യങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തൊരുപാട് മതങ്ങളും ഒരുപാട് ഇസങ്ങളും ഒരുപാട് മതാചാര്യന്മാരും കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഇത്രമേൽ ജീവിതാധ്യാപനങ്ങളെ, സന്ദേശങ്ങളെ, മൂല്യങ്ങളെ പകർന്നു തന്ന മറ്റൊരാളെയും നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. തിരുനബിയുടെ അധ്യാപനങ്ങളെ, ജീവിത സന്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്താനും പകർന്നു കൊടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യത്യസ്ത ഹദീസുകളെ, സന്ദേശങ്ങളെ, അധ്യാപനങ്ങളെ നമുക്ക് പഠിക്കാം. നിങ്ങളൊക്കെയും ഈ യാത്രയിൽ നമ്മുടെ കൂടെ വേണം. ഇത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ളൊരു യാത്ര പോലെ, ഒരു ഹിജ്റ പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമദീനയിലേക്ക്, റൗള ഷരീഫിലേക്ക്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള ഒരു ഹിജ്റയാണ് എന്ന് മനസ്സിലാക്കി ഈ ഉസ്വത്തുൻ ഹസന എന്ന ഈ പഠന പരമ്പരയുടെ കൂടെ നിങ്ങളൊക്കെ വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല നിയ്യത്തിൽ ഇൻഷാ അള്ളാഹ് തുടരണം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.